ഹായ് ഫ്രണ്ട്സ്, ചാക്കോച്ചിൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഉണ്ടായിരുന്നത് മറ്റൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു ഫീലുള്ള പടങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീല്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നായാട്ടും ജോസഫും ഇലവീഴ പുഞ്ചിരൊക്കെ പോലെ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പം എന്താണ് ഇത് നമുക്ക് എന്ത് എക്സ്പീരിയൻസാണ് നൽകിയെന്നുള്ളൊരു ഇങ്ങനെ രണ്ടു വട്ടം തിങ്ക് ചെയ്യേണ്ട ഒരു നോർമൽ ത്രില്ലർ സിനിമയിൽ നിന്ന് ഇത് വ്യത്യസ്തമാക്കുന്ന വെച്ചാൽ ബാക്കിയുള്ള ത്രില്ലർ സിനിമകളെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ ഒരു ബിൽഡപ്പ് എല്ലാം കൊടുത്തൊരു സംഭവം കൊണ്ടുവരും. പക്ഷേ ഈ സിനിമ തുടക്കം തൊട്ട് നമ്മളെ സിനിമയിലോട്ട് ഇൻവോൾവ് ആവുക. ലൈക്ക് ചാക്കോച്ചൻ ഇൻട്രോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ സിനിമയിലോട്ട് ഇൻവോൾവ് ആയി. പിന്നെ നമ്മൾക്ക് വേറെ ചിന്തിക്കാനോ എന്ന് വെച്ചാൽ ഒന്ന് ഗസ് ചെയ്യാനോ പ്രഡിക്റ്റ് ചെയ്യാനോ ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് കിട്ടുന്നില്ല. ഫസ്റ്റ് ഹാഫ് തന്നെ ഫുള്ള് ഒരു BGM ആയിട്ടും നല്ല മേക്കിംഗ് ആയിട്ടും നല്ല ത്രില്ലിങ് മൊമെൻറ്റ്സ് എല്ലാം ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. പടത്തിന് മൂഡ് പറയുകയാണെങ്കിൽ സ്ഥിരം നമ്മൾ അവരൊരു ആ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ മൂവി ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ഒരു എന്താണ് കളർ ഗ്രേഡിങ് വരെ ആ ഒരു മൂഡ് പിടിച്ചിട്ടുള്ള സാധനമാണ്. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ ചാക്കോച്ചൻ്റെ എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് സീൻ തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമ്പാക്റ്റ് അത് ഭയങ്കര ആ ഒരു ക്യാരക്ടർ. അപ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് ക്യാരക്ടർ ഇമ്പാക്റ്റ് കുറഞ്ഞു പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ ത്രില്ലർ സിനിമകളുടെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്തിട്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തില്ല. അത് ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഉണ്ടായിരുന്നു. എന്താണ് അടുത്തതെന്ന് അറിയാനുള്ള ഒരു സാധനവും അതിൻ്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ നല്ല ഫ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും സിനിമയുടെ ഒരു തീമിൽ ചില സമയത്തും ഡൗൺ പോകുന്നുണ്ട്. ചില സമയത്തും തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ഐറ്റംസ് ചേർക്കണം എന്നുള്ള രീതിയിൽ അതല്ല ഫൈറ്റ് എല്ലാം കൊള്ളായിരുന്നു. പക്ഷെ ഒരു റിയലിസ്റ്റിക് മൂടി പൊയ്ക്കൊണ്ടിരുന്ന സിനിമയുടെ ഒരു പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇത് എന്താണ് ഇതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലത്തെ ഫീല്. ശരിക്കും ഇത് OTT-ലൊക്കെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോഴായിരിക്കും തിയേറ്ററിൽ കാണുന്നതിനെക്കാട്ടിലും ഒരു ഇരട്ടി ഫീല് വരുന്നത്. പക്ഷേ അങ്ങനെ ചില സിനിമകളുണ്ടല്ലോ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് പേഴ്സണലി കണക്റ്റ് ആവുന്ന. അല്ല, എനിക്ക് പേഴ്സണലി ഒരു നെഗറ്റീവായിട്ട് അവസാനം വരുമ്പോഴത്തേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് സിനിമ എന്ന് വെച്ചാൽ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്ത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു വില്ലൻ ഇപ്പോൾ ഒരാളെ പിടിക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ പിടിക്കരുത് എക്സ്കേപ്പ് ആവുന്ന ഒരു ഫീൽ നമുക്ക് മനസ്സിൽ വരില്ലേ. ഇത് ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് അതൊരു അങ്ങനത്തെ ആ ഒരു ഫീല് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രശ്നം. അതർവൈസ് എന്താ മേക്കിംഗ് ആയാലും BGM ആയാലും ആക്ടിങ് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം എന്തായാലും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇത് ഭയങ്കര പേഴ്സണലായിരിക്കും ഈ ഒരു സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എങ്ങനെ കണക്റ്റ് ആവുന്നു എന്നുള്ള രീതിയിലിരിക്കും. പക്ഷേ ക്ലൈമാക്സ് കുറച്ചുകൂടി അടിപൊളിയായിരുന്നെങ്കിൽ ഈ സിനിമയുടെ വെർഡിക്റ്റ് തന്നെ ഒരു ഭയങ്കര ഒരു രീതിയിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായേനെ. ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്കും സിനിമ വില്ലന്റെ ഗ്യാങ്ങും അവരെല്ലാവരും സൂപ്പർ ആയിരുന്നു. വില്ലൻ ഗ്യാങ്ങും അടിപൊളി. നമ്മൾ ഇതുവരെ കാണാത്തൊരു പോലീസ് സ്റ്റോറി എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റ് വാച്ച് എന്ന് പറയാം. പക്ഷേ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ മിസ്സിങ്. അത് തന്നെയാണ് സിനിമയുടെ റിവ്യൂ.